അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ, ഒരുപാട് പേര് കമൻറ്റിൽ ഒട്ടനവധി വിഷയങ്ങൾ ദുആയിൽ ഓർക്കണം ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന, പ്രത്യേകിച്ച് പല വിഷയങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു ഖൈറു നൽകട്ടെ. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മക്കളുടെ എക്സാമുമായി ബന്ധപ്പെട്ട് ഉന്നത വിജയം കിട്ടണം, അവർ പാസ്സായി കിട്ടണം, വലിയ സന്തോഷമാകണം എന്നൊക്കെ പറഞ്ഞ് ഒട്ടനവധി പേർ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് പ്രത്യേക വിജയം പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മക്കൾ SSLC +2 എക്സാമുമായി ബന്ധപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ എല്ലാം, പ്രത്യേകിച്ച് പേരൻസുകളായ മാതാപിതാക്കളായി നമ്മുടെ എല്ലാം മനസ്സിൽ വല്ലാത്ത ആഗ്രഹമാണ് നമ്മുടെ മക്കൾ ഉന്നത വിജയം നേടണം. അവർ മത ഭൗതിക സാങ്കേതിക വിദ്യകളിൽ സമുന്നതരാകണം എന്ന വലിയ നിയ്യത്തോടെയാണ്. അതിൻ്റെ കാൽവെപ്പാണ് SSLC +2 അതിൻ്റെ എക്സാമിൽ ഉന്നത വിജയം കിട്ടിയിട്ട് ആ വലിയൊരു സന്തോഷത്തിന് അർഹരാകാൻ വേണ്ടി ഉസ്താദെ ഞങ്ങൾക്ക് പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് ഹദിയകൾ കൊടുത്തയച്ചവരുണ്ട്. പ്രത്യേകം ഞങ്ങൾക്ക് എന്താണ് ഓതേണ്ടത്, ചൊല്ലേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അള്ളാഹു ഇക്കൊല്ലം എക്സാമുമായി ബന്ധപ്പെടുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ മക്കളെയൊക്കെ അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഈ എക്സാമിനോടടുത്ത് അല്ലെങ്കിൽ എക്സാമുമായി ബന്ധപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ മക്കൾക്ക് ടെൻഷൻ ബാധിക്കും, ഒരു ഭയം, ഒരു പ്രത്യേകമായ ഭയപ്പാടുണ്ടാവും. പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഒരു ഭയപ്പാട് വരുന്നൊരു സന്ദർഭമാണ്. ടെൻഷൻ കയറി വരും. ആ ടെൻഷൻ കയറി വരുമ്പോൾ പരീക്ഷാ ഹാളിൽ വെച്ച് പെട്ടെന്ന് പഠിച്ചതുപോലും മറന്നു പോവുക. എനിക്ക് അറിയായിരുന്നു ഉമ്മച്ചി, പക്ഷെ എനിക്കത് എഴുതാൻ പറ്റിയില്ല, എന്താണെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞൊരു വിഷമം പറയുന്നൊരവസ്ഥയുണ്ട്. അത്തരം അവസ്ഥകൾ ഇല്ലാതിരിക്കാനും നമ്മുടെ മക്കൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പഠിച്ച് അത് വളരെ മനോഹരമായി അവരുടെ ആൻസർ പേപ്പറിൽ രേഖപ്പെടുത്തുന്ന നിലക്ക്, ഭയപ്പാടില്ലാത്ത നിലക്ക് അങ്ങനെ ഉന്നത വിജയത്തിലേക്ക് കയറി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ, എന്താണ് ഷോർട്ട് കട്ട്, എളുപ്പമാർഗം, അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ എന്താ മാർഗം, അതിനെക്കുറിച്ചാണ് നമ്മൾ വളരെ ഹ്രസ്വമായിട്ട് പറയുന്നത്. ആദ്യമായിട്ട് പ്രിയപ്പെട്ട മക്കളോടാണ് പറയാനുള്ളത്. എക്സാമുമായി, ഏത് എക്സാമും എൻട്രൻസ് എന്തും ആയിക്കോട്ടെ, എക്സാമുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ എങ്ങനെ ഏൽപ്പിക്കുന്നു, പടച്ച തമ്പുരാനിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ഏൽപ്പിക്കണോ? അള്ളാഹുവേ, എൻ്റെ ഈ എക്സാമിൻ്റെ കാര്യം എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, ഞാൻ വിചാരിച്ചാൽ നടക്കില്ല, നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. എൻ്റെ A to Z ഇതിൻ്റെ പരിപൂർണ വിജയത്തിൻ്റെയും ഉന്നതിയുടെയും കാര്യം നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് അല്ലാ എന്നുള്ള മനസ്സിൻ്റെ അകത്തളത്തിൽ വരുന്ന ഒരു ഒരു പരിശുദ്ധമായ തവക്കുലുണ്ടല്ലോ, ആ തവക്കുൽ ആദ്യമായിട്ട് വിദ്യാർത്ഥിനികൾ നിങ്ങളോട് പറയാണ്, ആദ്യമായിട്ട് അതൊന്ന് മനസ്സിൽ നമ്മൾ ഒരുക്കി വെക്കണം. മനസ്സിൽ അള്ളാഹുവിലേക്ക് എല്ലാ കാര്യങ്ങളും, ഈ എക്സാമിൻ്റെ കാര്യങ്ങൾ അള്ളാഹുവെ നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. ആ ഒരു മനസ്സിൻ്റെ അവസ്ഥ നിർബന്ധമായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യം തയ്യാറെടുക്കണം, അള്ളാഹിനെ ഏൽപ്പിക്കണം. രണ്ടാമത്തത്, നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്തിൻ്റെയും തുടക്കം അങ്ങനെയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുകൊണ്ട് തുടങ്ങണം. ആ പോർഷൻ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു നിഅമത്ത് പഠിക്കാൻ പറ്റിയല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഹംദ് പറഞ്ഞുകൊണ്ട് അത് ക്ലോസ് ചെയ്യണം. അത് പ്രത്യേകം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഈ പ്രത്യേകിച്ച് എക്സാമിൻ്റെ കാലഘട്ടങ്ങളിൽ ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ സൂറത്തുൽ ഫത്ഹ് ഒന്ന് പാരായണം ചെയ്യണം. സൂറത്തുൽ ഫത്ഹ് അതിനൊരുപാട് നേരമൊന്നും വേണ്ട, നമ്മൾ ചുമ്മാ സമയം കളഞ്ഞ് പോകുന്ന ഒരു ഇച്ചിരി നേരം എടുത്താൽ സൂറത്തുൽ ഫത്ഹ് ഡെയിലി ഓതുന്ന, പ്രത്യേകിച്ച് ഒരു 21 ദിവസത്തേക്ക്, ഇന്നു മുതൽ തുടങ്ങിയാൽ 21 ദിവസത്തേക്ക് മുടങ്ങാതെ ഓരോന്ന് വീതം സമയം കിട്ടുമ്പോൾ ഓതിയാൽ മതി. ഓതുന്നൊരു പതിവ് വേണം, അത് ഉറപ്പായിട്ടും വിജയം ഉണ്ടാവും. സൂറത്തുൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നോ, അതിൻ്റെ മീനിങ് എന്താ, വിജയത്തിൻ്റെ സൂറത്തുനിന്ന്. ആ സൂറത്ത് ഓതി ഒരാളും ഒരു മേഖലയിലും, കച്ചവടമാണെങ്കിലും കുടുംബമാണെങ്കിലും എവിടെയും പരാജയപ്പെടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് മാതാപിതാക്കൾക്ക് ഓതാവുന്നതാണ്. മക്കളോതൽ, ഈ എക്സാമുമായി ബന്ധപ്പെടുന്ന മക്കളോതുമ്പോൾ എഫക്റ്റ് കൂടും. അവർ മനസ്സറിഞ്ഞ് സൂറത്തുൽ ഫത്ഹ് ഒരു വട്ടം ഓതിയിട്ട് അള്ളാഹിനോട് ദ്വാരക്കണം. തീർച്ചയായിട്ടും ഓർക്കണം, അത് മുടങ്ങരുത്. ഇനി നാലാമത്തെ ഒരു കാര്യം, ഈ എക്സാമിൽ വിജയിക്കണമെന്ന നിയ്യത്തിൽ സമയം കിട്ടുമ്പോൾ കുറേശ്ശെ നിയ്യത്ത് വെക്കണം. 786 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
മിറാക്കിൾ നടക്കും, അത്ഭുത വിജയം ഉണ്ടാവും. പഠിച്ചോനെ, എനിക്ക് തന്നെയാണോ ഈ മാർക്ക് കിട്ടിയത്, ഞാൻ തന്നെയാണോ ഇങ്ങനെ പാസ്സായത് എന്ന് ചിന്തിച്ചു പോകുന്ന അത്ഭുതം നടക്കുന്ന ഒരു വിഷയമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ എക്സാമിൽ എനിക്ക് ഉന്നത വിജയം കിട്ടണേ അല്ലാഹ് എന്ന നിയ്യത്തിൽ 786 തവണ അത് ഓർത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 5-ാമത്തെ ഒരു കാര്യം, സൂറത്തു ശറഹിൽ അലം നശറഹ് ലക സദ്റക്, ആ സൂറത്ത് സുബഹിസ്കാരം കഴിയുമ്പോൾ വലത് കൈ നമ്മുടെ ഇടതുഭാഗത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു 7 തവണ ഓതുന്നൊരു പതിവ് അൽഹംദുലില്ലാഹ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് നല്ല ഓർമ്മശക്തിയും നല്ല മെമ്മറി പവറും ഇതെല്ലാം ഉണ്ടായി കിട്ടും. നമുക്കൊരു മനക്കരുത്തൊക്കെ വരും. അൽഹംദുലില്ലാഹ് അത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് സ്റ്റുഡൻസായി നമ്മുടെ മക്കൾ ഓർക്കേണ്ടത്. ഇനി നമുക്ക് അൽഹംദുലില്ലാഹ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട, പേരൻസുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് യഥാർത്ഥത്തിൽ മദ്രസയാകട്ടെ സ്കൂളാകട്ടെ ഏത് തലത്തിലാകട്ടെ പരീക്ഷകൾക്ക് ഉന്നത വിജയം കിട്ടാൻ വേണ്ടി ആദ്യം ഫസ്റ്റ് വൺ ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയോ? അവർക്ക് വേണ്ടിയുള്ള ദുആ. അത് അത്താഴ നേരത്ത് ഭയങ്കര എഫക്റ്റാണ്. മക്കൾക്ക് വേണ്ടി ദഅവത്തുൽ വാലിദത്തി അസ്റഉൽ ഇജാബ എന്ന ഉമ്മ ദുആ ചെയ്താൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. അപ്പാക്ക് ഇജാബത്ത് ഉറപ്പാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? മാതാപിതാക്കൾ പിന്നെ നമ്മുടെ അത്താഴ നേരം ഉണ്ടല്ലോ, അത്താഴത്തിന് എണീക്കുമ്പോൾ ഒരു 2 മിനിറ്റ് അവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അവരുടെ എക്സാമിൽ ഉന്നത വിജയം കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പ്രത്യേക സമയം കണ്ടെത്തണം. ഒരു 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇസ്തിഗ്ഫാർ മനസ്സ് വേദനിച്ചുകൊണ്ട് ഒരു 100 വട്ടം അള്ളാഹിനോട് ക്ഷമാപണം ചോദിക്കണം, മാപ്പ് ചോദിക്കണം. എന്നിട്ട് ഇസ്തിഗ്ഫാർ 100 വട്ടം ചെയ്തിട്ട് അള്ളാഹിനോട് ദ്വാരക്കണം. എൻ്റെ മോനെ മോളെ അള്ളാഹു ഉന്നതിയിലാക്കണം എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം ചേർത്ത് കൊടുക്കണം. അള്ളാഹു ഇക്കൊല്ലം SSLC +2 എക്സാമുമായി ബന്ധപ്പെടുന്ന എല്ലാ മക്കളെയും നീ ഉന്നത വിജയത്തിലാക്കണമെന്ന് ദ്വാരുന്നാൽ നമ്മുടെ മക്കൾ ഉന്നത വിജയത്തിലാകാൻ ദുആ ചെയ്യാൻ വേണ്ടി അള്ളാഹു പ്രത്യേകം മലക്കുകളെ ഇറക്കും എന്ന് പുണ്യ റസൂൽ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ആവശ്യം പ്രത്യേകം ഓർക്കണം. നമ്മുടെ മക്കളോട് ചേർന്ന് ഇക്കൊല്ലം എക്സാമുമായി ബന്ധപ്പെടുന്ന എല്ലാ മക്കളെയും ഒന്ന് ചേർത്തോളൂ. നമ്മുടെ മക്കളെ മാത്രമേ നമ്മൾ ചോദിക്കാറുള്ളൂ. അത് പോരാ. ആ ഒറ്റ ദുആ കൊണ്ട് നമ്മുടെ മക്കൾ ഭയങ്കര ടോപ്പിലേക്ക് പോകും. പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കണം. ഇനി 2-ാമത്തെ ഒരു കാര്യം, 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട മാതാപിതാക്കൾ. അവരുടെ പഠനത്തിൽ ശ്രദ്ധിച്ചു കൊടുക്കണം, പഠിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, പഠിക്കണം എന്നൊക്കെ പറയണം. പക്ഷെ അത് അവർക്ക് ഒരു ഇറിറ്റേഷൻ, ഒരു പിന്നെ പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നീ ഇങ്ങനെ നടന്നു എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറഞ്ഞവരെ വേദനിപ്പിക്കുന്ന, മാനസികമായി ഒരു വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അവരെ പ്രയാസപ്പെടുത്തി പറയാൻ പാടില്ല. അതൊരു ഹിക്മത്തോടു കൂടെ പ്രയാസം ഉണ്ടാകാത്ത തരത്തിൽ ആ വിഷയങ്ങൾ അവരെ ധരിപ്പിച്ചു കൊടുക്കണം. പിന്നെ ഒരു കാരണവശാലും നീ ഇങ്ങനെ നടന്നാൽ നീ ഉറപ്പായിട്ടും തോക്കുള്ളൂ. നീ ഇങ്ങനെ പോയാൽ നീ പരാജയപ്പെട്ടു പോകും. അല്ലെങ്കിൽ നിനക്ക് A+ കിട്ടാൻ നീ ഒരു നിലക്കും നടക്കൂല കേട്ടോ, ഈ കണക്കാണ് നിനക്ക് കിട്ടൂല A+ എന്നൊന്നും പറഞ്ഞ് നെഗറ്റീവ് എനർജികൾ പറഞ്ഞ്, കാരണം ഉമ്മയും ബാപ്പയും അങ്ങനെ പറഞ്ഞാൽ പിന്നെ ജീവിതകാലം അവൻ എത്ര പഠിച്ചാലും അവന് കിട്ടില്ല. അള്ളാഹു വാക്കൊക്കെ ശരിവെക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും പിന്നെ നമ്മൾ അത്തരം മൈനസുകൾ പറയാൻ പാടില്ല. മറ്റുള്ളവരോട് പിന്നെ നമ്മുടെ മക്കളെ കുറിച്ച് അവൻ നന്നായിട്ട് പഠിക്കും കേട്ടോ, അവൾ നന്നായിട്ട് പഠിക്കും, പഠനത്തിൻ്റെ കാര്യത്തിൽ അവൾ ഉഷാറാ എന്ന് മറ്റുള്ളവരോട്, നമ്മുടെ കൂട്ടുകാരോട് അയൽവക്കത്തിനോടൊക്കെ നമ്മൾ ഷെയർ ചെയ്യൂലേ, അത് വലിയ പണി കിട്ടും. നമ്മുടെ മക്കൾക്കാകെ പിന്നെ പഠന കാര്യത്തിൽ ഭയങ്കര ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട്. അത് മറ്റുള്ളവരറിയുമ്പോൾ ചില കണ്ണീറുകൾ ഭയങ്കര പ്രശ്നമാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ ഉഷാറാന്ന് വേറൊരാൾക്ക് പറയുന്നത് വളരെ സൂക്ഷിക്കണം, മാക്സിമം പറയരുത്, അത് മറച്ചു വെക്കണമെന്നാണ്. കാരണം അസൂയക്കാർക്ക് പ്രശ്നം ഉണ്ടാകും, അത് മുഖേന നമുക്ക് പ്രശ്നം ഉണ്ടാകും എന്ന് പുണ്യനബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ദുആ ചെയ്യണം, അവർക്ക് അനുകൂലമായി ദുആ ഒരിക്കലും പഠിക്കും നീ ഇങ്ങനെ നടന്നോ, നീ പരാജയപ്പെടും എന്ന് പറയാൻ പാടില്ല. മറ്റുള്ളവരോട് അവർ നാട്ടു പഠിക്കും എന്ന് പറഞ്ഞ് കേമത്തരം പറയാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം. അവർക്ക് വേണ്ടി പിന്നെ അത്താഴ നേരത്ത് ദ്വാരക്കണം. പിന്നെ തേൻ വെള്ളം കൊടുക്കുക, ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു കൊടുക്കുക. തേൻ ചേർത്ത വെള്ളം രാവിലെ അത്താഴ നേരം, നോമ്പ് പിടിക്കുന്ന മക്കൾ അത്താഴ നേരത്ത് വെറും തേൻ കൊടുക്കുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുന്ന പതിവ് എപ്പോഴും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളൊന്നും പരാജയപ്പെടില്ല. എല്ലാറ്റിനും A+ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് നമ്മുടെ തേട്ടമാണ്. കിട്ടുമെന്ന് നോക്കാം, കിട്ടേണ്ടതാണ്, കിട്ടിയാൽ കൊള്ളാം, അത് പോരാ, ഒരു യഖീൻ വേണം, ഉറപ്പ്. അൻതും മൂഖിനൂന ബിൽ ഇജാബത്ത് ഉറപ്പിച്ച് അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു തരും. നമ്മുടെ ചോദ്യം അങ്ങനെ ആകണം. SSLC +2 എക്സാമുമായി ബന്ധപ്പെടുന്ന നമ്മുടെ മക്കൾക്കും
അവരുടെ പേരൻസുകൾ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മാക്സിമം നമ്മൾ കേൾക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അൽഹംദുലില്ലാഹ് എല്ലാ മക്കളെയും അള്ളാഹു പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി കമൻറ്റിൽ വന്നിട്ട് പറയുന്ന എല്ലാ മക്കളെയും അവരുടെ മാതാപിതാക്കളെയും നമ്മളെല്ലാം അള്ളാഹു വിജയത്തിലാക്കട്ടെ. ഈ പരിശുദ്ധമായ റമളാനിൽ അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഉന്നതമായ ഫത്തഹ് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പോൾ പവർ കട്ടൊക്കെ വരുന്നു, 1 മണിക്കൂറാണ് പിന്നെ കേരളം ഇരുട്ടാകാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പിന്നെ ജനറേറ്ററുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ ഉണ്ട് നമ്മൾ പറയും. പക്ഷെ പാവപ്പെട്ട മക്കളുണ്ടല്ലോ, മെഴുകുതിരി കത്തിച്ചു വെച്ച് പഠിക്കേണ്ടി വരുന്ന മക്കളൊക്കെ വരുന്നുണ്ട്. ഇത്ര പ്രയാസാകും. അള്ളാഹു എല്ലാ പ്രയാസത്തെ തൊട്ടും എല്ലാ മക്കളെയും കാത്തിരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവർക്കും ദുആ ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.